മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ തകർന്നടിഞ്ഞ വസതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇറാൻ. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഫെബ്രുവരി 28-നുണ്ടായ ആക്രമണത്തിൽ ഖൊമൈനിയുടെ കൊച്ചുമകൾ ഉൾപ്പെടെ എല്ലാ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടിരുന്നു. ഔദ്യോഗിക വസതിയുടെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഖൊമൈനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് 50 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ ഇവിടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വീഡിയോ ആകട്ടെ ഇപ്പോൾ വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യുന്നു. പരമോന്നത നേതാവിന്റെ വെബ്സൈറ്റ് വഴിയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ശവസംസ്കാര ചടങ്ങുകൾ സമാപിക്കുന്ന ദിവസം തന്നെ ഇറാൻ ഇത് പുറത്തുവിട്ടതിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് വീണ്ടും മറ്റൊരു യുദ്ധത്തിനുള്ള പുറപ്പാടാണ് ഇവിടെ ഇറാൻ കോപ്പുകൂട്ടുന്നതും. ഖൊമൈനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ എന്ന പേരിൽ ഇറാൻ മറ്റു ചില പദ്ധതികളും തന്ത്രങ്ങളും ആവിഷ്കരിക്കാനുള്ള നീക്കമാണ് ഇതിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഖൊമൈനിയുടെ വസതിയോട് ചേർന്നുള്ള പ്രാർത്ഥനാ മുറിയായ ഇമാം ഖുമൈനി ഹുസൈനിയുടെ തകർന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. കെട്ടിടത്തിന്റെ തൂണുകൾ വളഞ്ഞും മേൽക്കൂര തകർന്ന അവശിഷ്ടങ്ങൾ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിന്റെ തുടക്കത്തിലാണ് ഈ വസതി തകർക്കപ്പെട്ടത്. ഈ ആക്രമണത്തിൽ ആകട്ടെ ഖൊമൈനി കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം അവിടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നെങ്കിൽ പോലും വസതിയുടെ ഉൾഭാഗം കാണിക്കുന്ന ദൃശ്യങ്ങൾ ഇതാദ്യമായാണ് പുറത്തുവിടുന്നത്. അതിനിടെ തന്നെ ഖൊമൈനിയുടെ ഭൗതികദേഹം ഇറാഖിലേക്ക് നിന്നും അവിടെ ഇറാനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ടെഹ്റാനിൽ ആരംഭിച്ച വിലാപയാത്ര കോം നഗരം പിന്നിട്ട് ഇറാഖിലേക്ക് എത്തിയത്. അതേപോലെ തന്നെ കർബാലയിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് മൃതദേഹം ഇറാനിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഒരാഴ്ച നീണ്ടുനിന്ന സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഖൊമൈനിയുടെ ജന്മനാടായ മൽത്തഹായിൽ വെച്ച് തന്നെ ഈ ഒരു മയ്യത്ത് ഖബർ അടക്കും. അതേസമയം ഖൊമൈനിയുടെ ശവസംസ്കാര ചടങ്ങുകളിലും മേഖലയിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്നുകൊണ്ട് മേഖലയിൽ സംഘർഷം രൂപപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല അതിരൂക്ഷമായ സംഘർഷമാണ് അവിടെ ഉടലെടുത്തിരിക്കുന്നത്. ഇറാനിലെ 90 സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തുകയും ഇതിന് മറുപടിയായി തന്നെ കുവൈറ്റിലെയും ബഹ്റിനിലെയും US സൈനിക കേന്ദ്രത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ജൂൺ 17-ന് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ഇടക്കാല വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ സംഘർഷം പൂർണ്ണ ഒരു തോതിലേക്ക് തന്നെ അത് യുദ്ധത്തിലേക്ക് ഒരു നീങ്ങുമെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.